ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്ര സീരിയലിൻ്റെ പ്രമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന നമ്മുടെ വിക്രമ വേദയും കൂടി നമ്മുടെ ദീപ്തിയും വരുണിനെ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ അവർ ഒരു ബീച്ചിലാണ് പോകുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ വേദ പറയുകയാണ്, ദീപ്തി നിനക്കറിയാലോ, ഞാനും വിക്രമും നിങ്ങളുടെ കൂടെ സഹകരിച്ചെന്ന് അറിഞ്ഞാൽ അച്ഛൻ എന്നെ വെച്ചേക്കില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, അതുപോലെ മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അതായത് നീ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ഇട്ട് നിൽക്കണം. അപ്പോൾ ദീപ്തി ചോദിക്കണം, എന്താണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് ചോദിക്കണം. അതായത് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വരണം. അപ്പോൾ അതിന് ശേഷവും നിങ്ങൾക്ക് പ്രണയമാണോ ഉള്ളതെങ്കിൽ നമുക്ക് എന്തെങ്കിലും അപ്പോൾ തീരുമാനിക്കാമെന്ന് പറയുകയാണ്. അപ്പോൾ വരുണ അതിനോട് യോജിക്കുകയാണ്. അതേ ദീപ്തി വേദിച്ച് പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ നമുക്കൊരു ഗ്യാപ്പ് ഇട്ട് നോക്കാം. അപ്പോൾ എന്നിട്ട് നമ്മുടെ പ്രണയം വീണ്ടും ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്ന് പറയുകയാണ്. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരു കോഫിയൊക്കെ കുടിക്കാനായിട്ട് പോവുകയാണ്. പിന്നീട് നമുക്ക് സംസാരിക്കാമെന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ വർഷയുടെ അച്ഛൻ ബീച്ചിൻ്റെ ഒരു സൈഡിൽ നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ വാസവൻ വിക്രമനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമ്മുടെ വേദ അയച്ച വക്കീൽ നോട്ടീസ് ഞാൻ മറുപടി അയച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടും ആ കുട്ടി കേസുമായിട്ട് മുന്നോട്ട് പോകാനാണ് പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ വിക്രം, എന്താണ് നിൻ്റെ നിലപാട്? ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾ, അതായത് എൻ്റെ ഒരു വിശ്വസ്തൻ്റെ പാർട്ണർ എനിക്കെതിരെ തിരിയുന്നത് അത്ര ശരിയല്ല, കാര്യമല്ലെന്ന് എനിക്കറിയാമല്ലോ എന്ന് പറയുകയാണ്. മാത്രമല്ല ഒരുപാട് കാര്യങ്ങളൊക്കെ വേദ പഠിച്ചു വെച്ചിരിക്കുകയാണ്, ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം എനിക്ക് വിവരങ്ങൾ കിട്ടുന്നുണ്ടെന്ന് ശ്രീനിസ പറയുകയാണ്. അപ്പോൾ വിക്രം പറയുകയാണ്, ഞാൻ പറഞ്ഞാൽ അവൾ അനുസരിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ കേസ് അവൾക്ക് എന്തോ ഒരു പ്രതീക്ഷ പോലെയാണ് ഇരിക്കുന്നത്. എന്നെ എങ്ങനെയെങ്കിലും മുക്തമാക്കി കൊണ്ടുവരാമെന്നുള്ള രീതിയിലാണ് അവൾ ഇരിക്കുന്നതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വാസവൻ പറയുകയാണ്, വിക്രം, ഇപ്പോൾ നിങ്ങൾക്കിടയിൽ നല്ല രീതിയിലുള്ള പ്രണയമാണുള്ളത്. അപ്പോൾ ഈ പ്രണയിക്കുന്ന സമയത്ത് പങ്കാളികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, മനസ്സുറന്ന എല്ലാ കാര്യങ്ങളും സംസാരിക്കും. പക്ഷേ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ എന്നെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വേദിയോട് പറയുമെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ സാർ എന്താണ് പറഞ്ഞത്? സാർ എന്നെ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് വിക്രം. അതല്ല വിക്രം, ഞാൻ പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്, അതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഒരിക്കലും അങ്ങനെ ആവർത്തിക്കില്ല എന്നൊക്കെ വിക്രം പറയുകയാണ്. സാർ എന്നെ അങ്ങനെ തെറ്റിദ്ധരിച്ച് എനിക്ക് വിഷമമുണ്ടെന്ന് വിക്രം പറയുകയാണ്. ഞാൻ എങ്ങനെയെങ്കിലും അവളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് പോവുകയാണ്. അതെല്ലാം കഴിഞ്ഞ് വിക്രം വക്കീൽ ഓഫീസിൽ ചെന്ന് വേദയെ പിക്ക് ചെയ്യുകയാണ്. അപ്പോൾ വേദയ്ക്ക് അത് ചെന്ന്, എന്താണ് വിക്രമസ്വാമി എന്നെ വിളിക്കാനൊക്കെ വരുന്നത്? ഞാൻ താലിയായിട്ടൊരു പെണ്ണുണ്ടല്ലോ, അപ്പോൾ അവളെ കൂടി ഒന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി ഒരു കരിക്കിൻ്റെ കടയിൽ പോയി കരിക്കൊക്കെ വാങ്ങി കുടിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് മനസ്സിലായി എന്തോ കാര്യം വിക്രമിന് തന്നിൽ നിന്ന് നേടാറുണ്ടെന്ന്. അപ്പോൾ വേദ തുറന്ന് എന്നെ ചോദിക്കുകയാണ്, എന്താണ് വിക്രമസ്വാമി വിഷയം, പറഞ്ഞോളൂ എന്ന് പറയുകയാണ്. അതൊന്നുമല്ല, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണെന്ന് പറയുകയാണ്. ആ കാര്യത്തെപ്പറ്റി വിക്രം എന്നോട് സംസാരിക്കണം, ഞാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, അത് വിക്രമിനോടും പറഞ്ഞിട്ടുണ്ട്. അതേപ്പറ്റി സംസാരിച്ച് നമ്മൾ വെറുതെ സമയം കളയണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും പരസ്പര വഴക്കുകളൊക്കെ കൂടിക്കൊണ്ട് തിരിച്ച് വീട്ടിലെത്തുകയാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മുടെ വിശ്വൻ്റെ ശ്രീജയുടെ മകൾ അപ്പമോളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അപ്പമോൾ രണ്ടുപേരും കണ്ട സന്തോഷത്തിൽ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ശ്രീജ വന്ന് പറയണം, ഇവൾ വന്ന പടേ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ ശ്രീജ പറയുകയാണ്. അപ്പോൾ എന്നിട്ട് വിക്രമസ്വാമിയോട് വേദ പറയുകയാണ്. അപ്പോൾ വിക്രം ഇപ്പോൾ ഈ മണ്ഡലകാലം കഴിഞ്ഞ് വിക്രമസ്വാമിയുടെ സന്നിധാനത്തിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് പറയുകയാണ്. അപ്പോൾ തീരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ചോദിക്കുകയാണ്. അത് എനിക്ക് നല്ല ഉറപ്പുണ്ടോ പറയുകയാണ്. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്നും ബാക്കി പകുതി ദൈവം ചെയ്യുമെന്നൊക്കെ വേദ പറയുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല കാര്യങ്ങൾ ഞാൻ മാറിയില്ല എന്ത് ചെയ്യും, ഞാൻ മാറിയില്ല ഞാൻ മൂക്ക് ചെത്തിയെടുക്കും എന്നൊക്കെ വേദ കളിയാക്കി പറയുകയാണ്. എന്നിട്ട് രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുകയാണ്. എന്നിട്ട് അകത്തോട്ട് കയറി പോവുകയാണ്. അപ്പോൾ അവിടെ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ തീർത്ഥാടനത്തിൽ പോവുകയാണ്. അപ്പോൾ 3 ദിവസത്തെ യാത്രയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മുടെ ശ്രീകാന്തും വർഷയുടെ അച്ഛനുമായിട്ട് ചില ഗൂഢാലോചനകളൊക്കെ നടത്തുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അപ്പോൾ ഞാൻ പുതിയൊരു പദ്ധതി ആവിഷ്കരിക്കാൻ പോവുകയാണെന്ന് പറയണം. അപ്പോൾ വർഷയുടെ അച്ഛൻ ചോദിക്കണം, എന്താണ്? അപ്പോൾ അത് മറ്റൊന്നുമില്ല, ഇപ്പോൾ വിക്രമും അവരുടെ കുടുംബമായിട്ട് എല്ലാം കൂടി ഒരു തീർത്ഥാടനത്തിൽ പോവുകയാണ്. അപ്പോൾ അവിടെ വെച്ച് അവനെ തീർക്കാനുള്ളൊരു പദ്ധതി ഞാൻ തയ്യാറാക്കുന്നു എന്ന് പറയണം. അപ്പോൾ വർഷയുടെ അച്ഛൻ വഴക്ക് പറയണം, നീ ഒരു കിഴങ്ങനാണ്, നീ ഇത്രയും വലിയ മണ്ടത്തരം ചെയ്യല്ലേ എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ വിക്രമിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾ സ്വാഭാവികമായിട്ട് നിൻ്റെ അച്ഛനൊക്കെ സംശയിക്കത്തുള്ളൂ, അതുകൊണ്ട് അവൾ ഒരിക്കലും തിരിച്ചു വരത്തില്ല. നമുക്ക് എങ്ങനെയും അവളെ ഇവിടെ തിരിച്ചു കൊണ്ടുവരണം, അതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് വേണ്ടിയിട്ട് എൻ്റെ പക്കലൊരു പദ്ധതി ഉണ്ടെന്ന് പറയണം. അപ്പോൾ എന്താണ് അച്ഛൻ ചോദിക്കുകയാണ്.
പറയുകയാണ്. അത് മറ്റൊന്നുമല്ല, അത് ഞാൻ പറയാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അവൾ തിരിച്ച് വന്ന ഉടനെ തന്നെ നമ്മുടെ ദർശൻ്റെ വേദയുടെയും വിവാഹം കഴിഞ്ഞിരിക്കണമെന്നും പറയുകയാണ്. അപ്പോൾ അതല്ലേ അച്ഛൻ എൻ്റെ ആവശ്യം, അതിന് വേണ്ടിയിട്ടല്ലേ ഞാൻ കാത്തിരിക്കുന്നത്, പിന്നെ എന്തിനാണ് അച്ഛൻ അങ്ങനെ പറയുന്നത്? എന്നിട്ട് പദ്ധതി രണ്ടുപേരും കൂടി ചർച്ച ചെയ്യുകയാണ്. പക്ഷെ അതെന്താണെന്ന് തുറന്ന് പറയുന്നില്ല. അവർ തമ്മിൽ സംസാരിക്കുകയാണ്. പക്ഷേ അത് വിക്രമിനെ വകവരുത്താനുള്ളൊരു പദ്ധതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർഷയും ദീപ്തിയായിട്ടൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ദീപ്തി വളരെ സന്തോഷമായിട്ട് ടി വിയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മയുടെ നിരാഹാര സമരമൊക്കെ അവസാനിച്ച് വളരെ സന്തോഷമുണ്ടെന്നൊക്കെ ദീപ്തി പറയുകയാണ്. അപ്പോൾ മോളെ എന്താണ് നിൻ്റെ നിലപാടെന്ന് വർഷ ചോദിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള നിലപാട് എന്തെന്ന് വെച്ചാൽ ഞാനും വരുണുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഗ്യാപ്പിന് ശേഷം ഞങ്ങൾക്ക് പ്രണയം ഉണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും തീരുമാനിക്കാമെന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ വർഷയ്ക്ക് വളരെ സന്തോഷമാകണേ, ഇവളിഞ്ഞ് അതിൽ നിന്ന് പിന്മാറിയോ എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ വേദയും നീ കണ്ടിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. അതേ വേദേച്ചിയും ഞാനൊക്കെ സംസാരിച്ചിരുന്നു. അപ്പോൾ വേദേച്ചിയുടെ അഭിപ്രായം ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാനും വരണം തീരുമാനിച്ചിരിക്കുകയാണ്. അത് നല്ല കാര്യമാണെന്ന് വർഷ പറയുകയാണ്. എന്നിട്ട് നേരെ പത്മത്തോട് ചെന്ന് പറയുകയാണ്. അപ്പോൾ പത്മത്തിന് വളരെ സന്തോഷമാവുകയാണ്. ആ സമയത്ത് ശ്രീകാന്ത് അവിടെ വരികയാണ്. അപ്പോൾ എന്താ രണ്ടുപേരും കൂടെ സന്തോഷിച്ചിരിക്കുന്നത്? നമ്മുടെ ദീപ്തി ആ വരുണുമായിട്ടുള്ള പ്രണയത്തിൽ നിന്ന് മാറിയെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ വർഷ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ തലയ്ക്ക് സുഖമില്ല? അവൾ പലതും പറയും, നമ്മുടെ ശ്രദ്ധ തിരിപ്പിക്കാൻ വേണ്ടി അവർ മനഃപൂർവ്വം കളിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നീ അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുക, അല്ലെങ്കിൽ അവളെ വിദേശത്തോ മറ്റെവിടെയെങ്കിലും നാട് കടത്തുക, എന്താണെന്നുള്ള ഞാൻ ആലോചിച്ച് ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് ദേഷ്യത്തിൽ എണീറ്റ് പോവുകയാണ്. അത് കഴിഞ്ഞ് നന്ദിനിയിൽ വന്ന മാറ്റങ്ങളൊക്കെ വേദയും ശ്രീജയൊക്കെ ശ്രദ്ധിക്കുകയാണ്. അപ്പോൾ ഇവൾ പെട്ടെന്ന് ഇങ്ങനെ മാറുകയാണെങ്കിൽ എന്തോ ഒരു ലക്ഷ്യം ഇവളിൽ ഉണ്ടായിരിക്കും എന്നൊക്കെ അവർ തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കുന്നു, കാപ്പി കൊടുക്കുന്നു, വളരെ സ്നേഹമായിട്ടാണ് പെരുമാറുന്നത്. അതോടൊപ്പം തന്നെ ശ്രീജയോട് വളരെയധികം സ്നേഹമായിട്ട് പെരുമാറുന്നു, അടുക്കളയിലുള്ള എല്ലാ ജോലികളും ചെയ്യുന്നു. അപ്പോൾ കമലയ്ക്കും വളരെയധികം സന്തോഷമാകുന്നു. പക്ഷേ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോ എന്നുള്ള ചിന്ത എല്ലാ പേരിലും ഉണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വേദ കുളിച്ചിട്ട് വരികയൊക്കെ ആയിരുന്നു. അപ്പോൾ വേദയെ സോപ്പിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്നിട്ട് പറയുകയാണ് നന്ദിനി, വേദയ്ക്ക് ആവശ്യത്തിന് സൗന്ദര്യവും പണവും എല്ലാം ഉണ്ടല്ലോ, അതൊരു ഭാഗ്യം തന്നെ. പിന്നെ ഏതൊരാളെയും വരുതിയിൽ നിർത്താനുള്ള കഴിവൊക്കെ ഉണ്ട് കേട്ടോ. വിനയേട്ടൻ ഞാൻ പറഞ്ഞാൽ പോലും കേൾക്കില്ല. വേദ എത്ര കാര്യങ്ങളാണ് വിനയേട്ടനെ കൊണ്ട് അനുസരിപ്പിച്ചത്, ആ രഹസ്യം എന്താണെന്നൊക്കെ എന്നോടൊന്ന് പറയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വേദയ്ക്ക് കാര്യം പിടികിട്ടി. ഇതിന് വേണ്ടിയിട്ടാണ് എല്ലാ സ്നേഹപ്രകടനം കാണിച്ച് ഇങ്ങനെ നടക്കുന്നതെന്ന്. ഓ, അതിൻ്റെ മുന്നോടിയായിരുന്നല്ലേ, ആ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണല്ലേ സ്നേഹമൊക്കെ നടിച്ച് എല്ലാവരും സോപ്പിട്ട് നിന്നത്. എന്നൊക്കെ എന്താട്ടി ഭ്രാന്തുണ്ടോ എന്നൊക്കെ തിരിച്ചു നന്ദിനി ദേഷ്യത്തിൽ ചോദിക്കുകയാണ്. നന്ദിനിയുടെ സ്വഭാവം അങ്ങ് മാറുകയാണ്. അപ്പോൾ നിൻ്റെ ഈ ഓഞ്ഞ മുഖം കണ്ടിട്ട് ആര് നിന്നെ ആകർഷിക്കാനാണ്? മുടിയെല്ലാം ഇപ്പോൾ കഷണ്ടി, തലയും ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തിൽ നന്ദിനി അകത്തേക്ക് കയറി പോവുകയാണ്. അപ്പോൾ വേദ അന്തം വിട്ട് നിൽക്കുകയാണ്. ഈ നന്ദിനിയുടെ എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്